Hello friends, Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഗോബി 65 തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പ് വരും. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോളിഫ്ലവറിൻ്റെ ആ ക്രഞ്ച് നഷ്ടപ്പെടാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. വലിയ 2 വെളുത്തുള്ളി, നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ വെളുത്തുള്ളി ആയിരിക്കും, അപ്പോൾ ഒരു 4 എണ്ണം വരെ ഉപയോഗിക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2-3 പച്ചമുളക്, 1/2 ടീസ്പൂൺ എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോല ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാം 1/2 ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവം അരച്ചെടുത്തതാണ്. 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി ഒരു 1/4 കപ്പാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കളറും എരിവും കിട്ടാനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിന് പ്രത്യേകിച്ചൊരു കണക്ക് പറയുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടികളുടെ ബ്രാൻഡൊക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുമ്പം കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഇതിനെ നല്ല കുറുക്ക് പോലത്തെ ഒരു ബാറ്ററാക്കിയാണ് എടുക്കേണ്ടത്. ദോശമാവിനിലും ഒരല്പം കൂടെ കട്ടിയുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ചെറുതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളാണ് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇത് ടോട്ടലി ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് സോയ സോസും അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബാറ്ററിന്. അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സോയ സോസ് എപ്പോഴും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസിനേലും കുറവ് വേണം ചേർക്കാനായിട്ട്. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ നല്ല രീതിയിൽ കോട്ടായിട്ടിരിക്കണം കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് ഓരോ കഷ്ണങ്ങളും നന്നായിട്ട് ബാറ്ററിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിനായിട്ട് കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും തീ ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തീരെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഈ കോളിഫ്ലവർ കഷ്ണങ്ങളിലോട്ട് എണ്ണ പെട്ടെന്ന് കുടിക്കും. അപ്പോൾ അത് ഭയങ്കര ഓയിലി ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നാൽ ആ ബാറ്ററിൻ്റെ ആ ഒരു പച്ച മണമൊന്നും മാറിക്കിട്ടില്ല. അതുപോലെ തന്നെ ഉൾഭാഗം നമ്മൾ നേരത്തെ ചെറുതായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങോട്ട് ശരിയായിട്ട് കുറച്ചുകൂടെ വേഗണമല്ലോ, അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നല്ല ഈക്വലായിട്ട് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിട്ടതിന് ശേഷം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് അധികം കറിവേപ്പില ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആവണ വരെ. അപ്പോൾ നമ്മുടെ ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിനെ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും മുരിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതോടൊപ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.